controlled by the earth energy. The earth energy is what is Vastu. But today people practice it in a different style and then spoiled the science. I continued my research after meeting. I did a lot of experiment on agricultural aspect of geobiology. Go to a house, if the house doesn't have sufficient energy which is congenial for human being, we should not say that it's bad energy or good energy, which is good for human, it's good for Tulsi plant. That's why Tulsi is very close to us. So go to a house and see whether the Tulsi is growing. If Tulsi is growing, then the people are healthy there. If Tulsi is not growing, you could convert them into growing by another agricultural practices. The practice is plant hibiscus around it. So hibiscus can change the energy. These are all my inventions on Indian science mixed with the geobiology. That was my interest 15 years back. I was just recollecting when I met him. Otherwise, this was not my topic of interest. I shifted from there. So you can convert energy from negative into positive. There are plants which can do that. That journey, when I was traveling, I'm in Hyderabad, I keep traveling. ആദ്യമായിട്ടാണ് ഇന്ന് ഉറുമ്പുകൾക്ക് ഒരു സിനിമ ഉണ്ടല്ലോ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല. ഇങ്ങനെയൊക്കെ പോസ്റ്റർ എഴുതുമ്പോൾ ആലോചിക്കണ്ടേ, ഉറുമ്പുകൾ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു ജീവിയാണ്. People are taken away by movies and the captions and names. ആ ടൈറ്റിൽ കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? നിങ്ങൾ സ്റ്റുഡൻസ് ആണോ? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ എഴുതിയത് ശരിയാണോ തെറ്റാണോ? When you see a poster, ഞാൻ ഇന്ന് ആദ്യമായിട്ട് കണ്ടതാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പോസ്റ്റർ കണ്ടു, ഉറുമ്പുകൾ ഉറങ്ങാറില്ല. Then I went back to my college days at your age probably, BSc second year പഠിക്കുന്ന സമയത്ത്. We never had a mathematics club. So I told my principal we should have a mathematics club. Then he said, who is going to speak? I said, sir, first lecture I will give. So being a second year student in BSc, my first lecture was ഉറുമ്പുകൾക്ക് എണ്ണം അറിയാം. അന്നത്തെ എൻ്റെ ആദ്യത്തെ ടോപ്പിക് അതാണ്, ഉറുമ്പുകൾക്ക് എണ്ണാൻ അറിയാം എന്നായിരുന്നു. Because ants are very close to human beings now. They can make human beings can have social life. ആണോ അല്ലയോ? സോഷ്യൽ ലൈഫിന് പറ്റുന്ന അന്യോന്യം അടിപിടി കൂടാതെ കൂട്ടിച്ചേർന്ന് പരസ്പരം സഹായിച്ച് ജീവിക്കുന്ന മനുഷ്യന് ശേഷമുള്ള ഏറ്റവും നല്ല ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉറുമ്പാണ്. ഉറുമ്പ് പാലുണ്ടാക്കുന്നുണ്ട്, റൈറ്റ്? വേറെ ഒരു ആനിമലിനും അത്ര കഴിവില്ല. വരിവരിയായി നടന്നു പോകുന്ന ഉറുമ്പിൽ ഒരു ഉറുമ്പിനെടുത്താൽ എല്ലാ ഉറുമ്പുകളും തപ്പി നടക്കും, ഈ ഉറുമ്പ് ഇവിടെ പോയി. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ലൈനായിട്ട് പോകും. അത് ശരിക്കും ലൈനായിട്ട് പോകുന്ന വേറൊരു ജീവിയില്ല. വേറൊരു ജീവിയുണ്ട്, അത് കാലന്റെ സിമ്പലാണ് നമുക്കൊക്കെ. അതിന്റെ പേരിലൊരു മോട്ടോർ ബൈക്കും ഉണ്ട്, യമഹ എന്നൊക്കെ പറഞ്ഞു. യമന്റെ അത് റോഡിന്റെ സെന്ററിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ എത്ര ഓണടിച്ചാലും കണ്ടിട്ടുണ്ടോ? അത് തിരിഞ്ഞു നോക്കും, എന്നെയോ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കാലന്റെ സിമ്പലായിട്ട് ആ ജീവിയെ തന്നെ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് നോബഡി ക്യാൻ മേക്ക് ഇറ്റ് ടു ഗോ അവേ ഫ്രം യുവർ പാത്ത്. നിർബന്ധമായിട്ട് മരിച്ചിരിക്കുന്നു. ഈ ഉറുമ്പ് എണ്ണാൻ അറിയില്ല എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഒരു നെക്സ്റ്റ് തോട്ട് പ്രോസസ് വാസ്, നമ്മുടെ ജഗദീഷ് സാറിന്റെ ഇൻട്രസ്റ്റ് സബ്ജക്റ്റ് ആണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്ന ജീവി ഉറുമ്പാണ്. ഉറുമ്പിന്റെ ജന്മമാണ് ജഗദീഷ് സാറിന്റെ. അതിൽ തന്നെ ലീഫ് കട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉറുമ്പുണ്ട് ഇല്ലേ? വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഡീൻ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ലീഫ് കട്ടർ എന്ന് പറയും. പരിസ്ഥിതി എത്രയും സഹായിക്കുന്ന വേറൊരു ജീവി. ഭൂമിയുടെ അടിയിലെ കോളനികൾ ഉണ്ടാക്കുന്നവർ 300 millions of
ants can be in a single colony. ഇന്ന് ഞാൻ വരുമ്പോൾ ചെയ്തത്, ഇന്ന് രാവിലെ എനിക്ക് വന്ന തോട്ട് പ്രോസസ്, I have got group of students who make their own WhatsApp groups. Yesterday I was in Kottayam, 2 days, Kottayam Government College. ഒരു 39 ലേണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഡോക്ടർ TPS കോട്ടയം ഗവൺമെൻറ് കോളേജ് KGC ലേണേഴ്സ് ഗ്രൂപ്പ് എന്നാണ് പേര്. അവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ക്ലാസ് വിട്ടതിന് ശേഷം ലൈബ്രറി ക്ലീൻ ചെയ്യാൻ പോവാം. The books are all not arranged properly. My students are going to do that. അപ്പോൾ ഞാൻ പോകുന്നിടത്ത് we make a print of a difference in life. അതാണ് ശ്രമിക്കുന്നത്. 8 ലക്ഷം കുട്ടികളോട് സംസാരിച്ചു, ഏകദേശം 5 ലക്ഷം ടീച്ചേഴ്സിനെ പഠിപ്പിച്ചു എന്നതാണ്. I was a space scientist by my interest was in teaching. 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. On 8 months I was on production planning and project management expert. Program planning and project management, PPPM എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റർ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. I was there on deputation to know how space department projects can be done well. അങ്ങനെ ഒരു അസൈൻമെന്റിൽ ചേർന്നിട്ടാണ് മാനേജ്മെന്റ്. അപ്പോൾ what I have learned is only because of my assignments and interest in various topics. I was so happy when I gave list of topics. Jagdish sir suggested me a mix of subjects which made me to think on few topics around it. I speak on life skill and learning skills, and there are people who give career guidance. It's very nice to give career guidance. One slide is enough to tell after +2 or after 10th which are all the paths which you can take. Correct or not? You can say if you take commerce, you can go into these are all the branches you can select. If you go to science, these are all the branches you can go. Right? If you go to commerce, this, economics, this, and then branch out to that and then say this is what you can do in your life. I remember in Delhi when we were giving a career guidance program, I was called because I am a space scientist, and then the organizers thought I am going to propagate space science. And they say that you can become a scientist in your life. And there was ഒരു പള്ളിയിൽ അച്ഛൻ ഉണ്ടായിരുന്നു. പള്ളിയിൽ അച്ഛൻ എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും നല്ല ജോലി പള്ളിയിൽ അച്ഛനാവുക എന്നതാണ്. There was a policeman who said police job is the best. But I don't say that space is the best because not even a single scientist from space department opted their kids to become space scientists. At least in India. ഞാനൊരു HR project ചെയ്തിരുന്നു space departmental, including me. I am a space scientist, my wife is a space scientist, but I don't want, or my wife doesn't want my son to be a space scientist. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I am sure none of you or most of you, I don't say none of you, most of you did not reach where you are now because you opted that. Right or wrong? Yes? തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ഒരാളാണ്. ക്ലാസ് സ്റ്റാർട്ട്സ് ഓൺലി വിത്ത് മൈ ക്ലാസ്. കുറേ സ്റ്റുഡൻസ് ഇരിക്കുന്ന ഗ്രൂപ്പിൽ ഐ ഡോണ്ട് ആസ്ക് ഹൗ മെനി ഓഫ് യു ആർ ഹാപ്പി. എഞ്ചിനീയറിംഗ് കോളേജിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവർ ഹാപ്പി ആവണ്ടേ? ബട്ട് ഐ ആസ്ക് ദ അതർ വേ, ഹൗ മെനി ഓഫ് യു ആർ അൺഹാപ്പി എന്നാണ് ആദ്യം ചോദിക്കുക. സോ ഐ ഫൈൻഡ് നിയർലി 50 to 70 students at an average saying, sir, we are unhappy because they opted for medicine. Medicine കിട്ടാത്തത് കൊണ്ട് എഞ്ചിനീയറിംഗിനെ ആവശ്യം. You can look at my YouTube presentations which come from Alappuzha, some of the colleges where few recorded programs are there. These I am not recording, right? So some of them get recorded. അങ്ങനെ ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് തന്നാൽ I post it onto my YouTube. അതുകൊണ്ട് പ്രൊഫഷണൽ അല്ലാത്ത കുറേ യൂട്യൂബ് പ്രസന്റേഷൻസ് കാണാം. So one of the program, if you can see, ആലപ്പുഴയിലുള്ളതാണ്. There were 200 odd first year students. Nearly 37 of them came onto stage to cry. History ആണ് കിട്ടിയത് സർ, എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഇഷ്ടം. Right? Do you think the life becomes successful because you are in a very specific subject? Which subject is the subject where you can enjoy? ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ കുറേ
വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ് എടുത്ത സമയത്ത് മൈ ഇൻട്രസ്റ്റ് വാസ് ഇന്ത്യൻ ഹെറിറ്റേജ്. സോ ഐ സെഡ് അലോപ്പതി ഈസ് യൂസ്ലെസ്, ആയുർവേദ ഈസ് ബെസ്റ്റ്, ബിക്കോസ് ഐ ഹെയിൽ ഫ്രം എൻ ആയുർവേദിക് ഫാമിലി. എൻ്റെ ഈ വിരലിൻ്റെ അറ്റം കുറേ പോയിട്ടുണ്ട്, മരുന്ന് തളിക്കുന്ന സമയത്ത് കഷ്ണം പോകും കൂടെ. അങ്ങനെയാണ് നമ്മൾ പാരമ്പര്യ ആയുർവേദനാണോ എന്ന് ശ്രദ്ധിക്കുക. ഈ വിരലിൻ്റെ അറ്റം പോയിട്ടുണ്ടെങ്കിൽ പാരമ്പര്യ ആയുർവേദം. കാരണം ഒരിക്കലെങ്കിലും കട്ട് ചെയ്യാണ്ടിരിക്കില്ല, കാരണം ഷാർപ്പായിട്ടുള്ള കത്തി എടുത്തിട്ട് ഇങ്ങനെ വെട്ടണ്ടേ, വെട്ടുമ്പോൾ ഓട്ടോമാറ്റിക് രണ്ടുപേരുടെ പോകും, ഒന്ന് ശവം അറക്കുന്നവരുടെയും പോകും. അപ്പോൾ അന്ന് ഐ സെഡ് ആയുർവേദ ഈസ് ബെസ്റ്റ്. വൺ മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ പ്രൊഫസർ ഡോക്ടർ ശ്രീകുമാർ, സർജൻ, അദ്ദേഹത്തിൻ്റെ മകള് അന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, എൻ്റെ ഒരു റിലേറ്റീവും കൂടിയാണ്. അത് അന്ന് എനിക്കറിയില്ലായിരുന്നു, പിന്നെ അറിഞ്ഞത്. അവൾ അന്ന് വൈകുന്നേരം പോയിട്ട് വീട്ടിൽ പറഞ്ഞു, അച്ഛൻ എനിക്ക് MBBS പോകണ്ട, BAMS പോയാൽ. അച്ഛനും അമ്മയും ഡോക്ടേഴ്സായിരുന്നു, അലോപ്പതി. അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം മോളെ MBBS ആക്കണമെന്നായിരുന്നു. പിന്നെ ഞാൻ അവളെ കാണുന്നത് തിരിച്ച് എന്നോട് ഇത് പറഞ്ഞത് 8 വർഷത്തിന് ശേഷം അവളുടെ മാരേജിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ. അപ്പോൾ ആ കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, സാർ സാറെങ്ങനെ ഇവിടെ എത്തിക്കണം, ഞാൻ നിങ്ങളുടെ റിലേറ്റീവാണ്, എനിക്ക് തനിക്ക് എങ്ങനെ എന്നെ അറിയാൻ പറ്റും. ഞാൻ 9ാം ക്ലാസ്സിൽ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, അങ്ങനെയാണ് ഞാൻ BAMS ആയത്. അപ്പൊ അച്ഛനും അമ്മയും MBBS ആവണമെന്ന് പറഞ്ഞൊരു കുട്ടി BAMS ആവുന്ന ഒരു ക്ലാസ് കേട്ടിട്ടാണ്. മനസ്സിലായോ? ബഫേ ഡിന്നറിൽ there are a lot of variety of items kept. നിങ്ങൾ സ്ഥിരമായിട്ട് തൈര് സാധനം കഴിക്കുന്ന ഒരാളാണ്. But by mistake you had a bit of biryani and you decide from today onwards I am going to have only biryani. It's possible, quite possible, right? ആണോ അല്ലയോ? ടേസ്റ്റ് അറിയുമ്പോഴാണ് നമ്മൾ അറിയാം. ജീവിതത്തിൽ എല്ലാ കരിയറിൻ്റെയും ടേസ്റ്റ് നിങ്ങൾ അറിഞ്ഞു. ഒരു കഥയുണ്ട്. തൃശ്ശൂർ ട്രാഫിക് പോലീസായിട്ട് നിൽക്കുന്ന ഒരു പോലീസുകാരൻ രാവിലെ വിചാരിക്കാണ്, ഈ ട്രാഫിക് പോലീസിന്റെ ജോലി എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിക്കട്ടെ. ആ സെന്ററിലല്ലാതെ അയാൾ ഇവിടെ നിന്നിട്ട് അതേ ആംഗ്യങ്ങൾ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഡോണ്ട് സീ ഹിം ആസ് എ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദാറ്റ്. ഇല്ലേ? ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്ന ഒരാള് ആ സ്റ്റേജിലല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേജിൽ കാണിക്കുമ്പോൾ നമ്മൾ എന്താ തോന്നുക അയാളെ കണ്ടാൽ? അപ്പൊ അയാൾ ഇങ്ങനെ കാണുകയാണ്, എന്ത് ഞാൻ എന്ത് വികൃതിയായി കാണിക്കുന്നത്, അതും എത്ര ആൾക്കാരുടെ മുമ്പിൽ? കുറേ ആൾക്കാരുടെ മുമ്പിൽ. ആണോ അല്ലയോ? അയാളുടെ ജോലിയുടെ ഒരു പ്രശ്നം എന്താ അറിയോ? അത്യാവശ്യം അയാൾക്ക് പോണം തോന്നിയെന്ന് വിചാരിക്കും, എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങി പോകാൻ പറ്റുമോ? എന്ത് ചെയ്യണം? എന്ത് കഷ്ടപ്പെട്ട ജോലിയാണ്. ആണോ അല്ലയോ? സോ ഹി സ്റ്റാർട്ടഡ് തിങ്കിങ് വാട്ട് എ സ്റ്റുപ്പിഡ് ജോബ് ഐ ആം ഡൂയിങ്. അപ്പോഴാണ് ഒരു പോസ്റ്റ്മാൻ ഇങ്ങനെ പോണ കാണുന്നത്. എനിക്ക് പോസ്റ്റ്മാൻ എന്തോ സുഖമാണ്, ഒരു സ്ഥലത്ത് നിൽക്കേണ്ട പണി ശരിയില്ല, എനിക്ക് നിൽക്കേണ്ട പണിയാണ്, നടക്കണ പണിയല്ലേ സുഖം, കുറേ സ്ഥലത്ത് പോവാം. അപ്പോൾ അയാളിങ്ങനെ ഈ പണി വളരെ കാഷ്വലായിട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോൾ അയാളിങ്ങനെ കാണാണ് പോസ്റ്റ്മാൻ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ കയറുമ്പോൾ അവിടുന്ന് പട്ടി ചാടും. അപ്പോൾ പട്ടിയാണ് കാണിച്ച ഈ പണി മഹാമോശ, കാരണം ഏത് വീട്ടിൽ പോയാലാണ് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോ ജോലികൾ അയാൾ ഇങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ അവസാനം ട്രാഫിക് പോലീസിന്റെ ജോലി എന്ത് നല്ല ജോലിയാണ്. കാരണം ഏത് മഹാൻ വരുമ്പോഴും സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവരെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ജോലി ഉണ്ടോ? എത്ര പവർഫുള്ളാന്ന് നോക്കൂ. അയാളുടെ ബോസ് പോലും വന്നു വെച്ചു, IG ആണ് കാർ ഓടിച്ചു വരുന്നത്, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ IG നിൽക്കണ്ടേ? വേണോ വേണ്ടയോ? ഇല്ലേ? അപ്പൊ ആരാ പവർഫുള്ള്? ട്രാഫിക് പോലീസ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് അയാൾ കണ്ടെത്തണം. ഇറ്റ്സ് മൈ സ്റ്റോറി. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരു ജോലി നല്ലതാണെന്ന് വിചാരിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് റിയലി ട്രൂ. എല്ലാ ജോലിക്കും എൻ്റെ കുറേ കുട്ടികൾ, നമ്മളിപ്പം ഐ കീപ് മീറ്റിംഗ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ്, ഏതെങ്കിലും ഒരു കുട്ടിയോട് ഏത് ജോലിയാണ് വേണ്ടത്? ഐ ലൈക്ക് ടു ബി എ ഡോക്ടർ. എന്തുകൊണ്ടാണ് ടീച്ചറായിക്കൂടെ? സർ ഐ ഡോണ്ട് ലൈക്ക് ടു ബി എ ടീച്ചർ, ഐ വാണ്ട് ടു ബി എ ഡോക്ടർ. കുറേ കുട്ടികൾ ഇങ്ങനെ പറയാറ്. ഞാൻ അവരോടൊക്കെ തിരിച്ചു ചോദിക്കാറുള്ളൊരു ചോദ്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോകുമ്പോൾ അയാളുടെ ബോർഡ് ഒന്ന് ശരിക്കും വായിച്ചു നോക്കാം. അയാളുടെ പേര് നല്ല വലുപ്പത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതിലും ഫോണ്ട് സൈസ് കുറഞ്ഞിട്ട്, അത് 22 ആണെങ്കിൽ 18, 16 ഒരു ഫോണ്ടിൽ എഴുതിയിട്ടുണ്ടാവും MBBS എന്നൊക്കെ. ഫൈൻ. അത് 22 ഫോണ്ട് സൈസ് ആണെങ്കിൽ, വർധാനയാണെങ്കിൽ വർധാന 22 സൈസിൽ തന്നെ താഴത്ത് എഴുതും പ്രൊഫസർ ഓഫ് ഓൺകോളജി, ഇൻ ദ യൂണിവേഴ്സിറ്റി. അയാളും ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് MBBS പോകുമ്പോൾ പറഞ്ഞ് എനിക്ക് ടീച്ചർ ആവണ്ടാണ്. പക്ഷെ അവൻ ഗമയിൽ എഴുതും അവസാനം പ്രൊഫസർ ഓഫ്
അപ്പോൾ അവൻ ഏറ്റവും ഗമയുള്ള ജോലി ഏതാണ്? ടീച്ചിങ് ആണ്. ആ ബോർഡ് കണ്ടാലേ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാൻ പറ്റും. ആണോ അല്ലയോ? എവിടെയെങ്കിലും പ്രൊഫസറാന്ന് കണ്ടാൽ ഹി ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ, ഇഫ് ഈസ് നോട്ട് എ പ്രൊഫസർ ഹി ഈസ് നോട്ട് എ ഗുഡ് ഡോക്ടർ. യെസ് ഓർ നോ? അപ്പോൾ ഡോക്ടർ ആവുമ്പോൾ എന്തുകൂടി ആയിപ്പോവും അറിയാതെ ടീച്ചർ കൂടി ആയിപ്പോവും. അപ്പൊ ചെറുപ്പത്തിൽ ടീച്ചർ ആവണ്ട ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ ഒരാള് അവസാനം ഡോക്ടറായിട്ട് എന്താവും? ടീച്ചറാവും. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധതാണ്, വി ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ് വി വാണ്ട്. കൃത്യമായിട്ട് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഞാൻ പറയാറുണ്ട്, സാധാരണ ഇൻ ലൈഫ് യു ബിക്കം ഒരു സീഷോറിൽ പാർക്ക് ചെയ്തിരിക്കുന്ന അങ്കുരമിട്ടിരിക്കുന്ന ഒരു ഷിപ്പിന്റെ മുകളിൽ കയറുന്ന കാക്കയെ പോലെയാണ് നമ്മൾ. ആ കാക്കയ്ക്ക് അറിയില്ല ഷിപ്പ് എവിടെയാണ് പോകുന്നത്. ദ ഷിപ്പ് ഗോസ്. അപ്പൊ കടലിന്റെ സെന്റർ എത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. യു ഹാവ് ടു സെയിൽ ഇൻ ദാറ്റ്. വേറെ രക്ഷയൊന്നുമില്ല. അതുപോലെ ആയിരുന്നു പണ്ട് പ്രൊഫഷൻ. Once you get into a job, either you die there or retire there. But today you have options. Today you can jump from one to another. ഞാൻ ഇന്നലെ കോട്ടയം ഒരു ഗവൺമെന്റ് കോളേജിലെ പ്രോഗ്രാം രാവിലെ ഇനോഗ്രേറ്റ് ചെയ്ത അവിടുത്തെ സബ് കളക്ടർ ദിവ്യ എസ് അയ്യർ, ആ കുട്ടീനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കൊളീഗിൻ്റെ എക്സ് കൊളീഗ് എന്ന് പറയുന്നില്ല, ഇസ്രോയിലുള്ള പഴയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മകളാണ്. ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ ഹെർ വെൻ ഐ സെറ്റ് 2000 മെയിൽ 10th ക്ലാസ് റിസൾട്ടൊക്കെ വന്ന്, മെയിലാണ് റിസൾട്ട് കംസ് ഇൻ മെയിൽ. ആ മെയിൽ റിസൾട്ട് വന്ന സമയത്ത് കേരളത്തിൽ 3ാമത്തെ റാങ്ക് കിട്ടിയ ചിത്രക്, ഇത് ഞാനാ പറഞ്ഞത്, അവളല്ല. When I said it was a shock to her because I remember what the word which നമ്മൾ ചോദിക്കുമല്ലോ, 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടിയോട് ചോദിക്കില്ല ജീവിതത്തിൽ എന്താവണം, അങ്ങനല്ല ചോദിക്കുക. അങ്ങനെ ചോദിച്ച സമയത്ത് ചിത്ര പറഞ്ഞ ആൻസർ, ദിവ്യ പറഞ്ഞ ആൻസറാണ്, ബിഫോർ ടേക്കിംഗ് മൈ ട്രെയിൻ ടു മസൂറി ഐ വാണ്ട് ടു ബി എ ഡോക്ടർ. ഇത്ര നല്ല സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നോക്കും. അതുകൊണ്ടാണ് ഞാനതൊരു ഓർമ്മിച്ചു വെച്ചത്. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. 10ാം ക്ലാസ് പാസ്സായ കുട്ടി പറയണത്, ബിഫോർ ഐ ടേക്ക് മൈ ട്രെയിൻ ടു മസൂറി എന്ന് പറഞ്ഞാൽ ഞാൻ IAS ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ എന്ത് കോഴ്സ് ചെയ്യും? MBBS ചെയ്തു. ഞാൻ പറഞ്ഞു, അത്രയും നല്ല പെർസ്യൂറൻസ് ഉള്ള ഒരു കുട്ടി കേരളത്തിൽ നിന്നുണ്ടാവുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു 150 ഓട് റാങ്കിലാണ് 2012 എഴുതിയ എക്സാം 13 റിസൾട്ട് വന്ന സമയത്ത് ഷീ ഗോട്ട് ഇന്ത്യൻ റവന്യൂ സർവീസ്. അത് കഴിഞ്ഞിട്ട് 48th റാങ്ക് കണ്ടു കിട്ടിയിട്ട് ഷീ ബിക്കേം IAS. ഇപ്പോൾ കളക്ടറായിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വനിതയിൽ കൊടുത്ത ഇന്റർവ്യൂ ഐ റെഡ് ഇറ്റ്. അത് വായിക്കണം എന്ന് വിചാരിച്ചിട്ട് വനിത വായിച്ചതല്ല. There is a Twitter in which S. Harikrishnan wrote an article. S. Harikrishnan is my son's name. അപ്പോൾ S. ഹരികൃഷ്ണൻ ട്വിറ്ററിൽ എന്താണെന്ന് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്ക് S. ഹരികൃഷ്ണൻ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടത് വേറെ S. ഹരികൃഷ്ണൻ എഴുതിയ ആർട്ടിക്കിൾ. അപ്പോൾ അതൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക്, see, if you want to know what you want to do, there are few people who firmly decide this is what I want to do in my life. There are few people who by mistake reach into some places. വളരെ വളരെ കുറവായിട്ടുള്ള ആൾക്കാരെ കാണുള്ളൂ എന്ത് വേണം അത് തന്നെ തിരഞ്ഞെടുത്തിട്ട് അത് തന്നെ ആവുന്നവരെ. If you ask me how I became a scientist in space department, ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിലല്ല. I was with the RAW intelligence. I was policeman. I was at the rank of an IG of police for 2 years in Prime Minister's office at the time of retirement. 2007 to 2009 ഞാൻ മൻമോഹൻ സിംഗിന്റെ സെക്യൂരിറ്റിയിലായിരുന്നു. ഞാൻ അന്നാണ് ജോലി വിടുന്നത്. ആ വിടുന്ന സമയത്ത് എങ്ങനെ അവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I was a failure as a student. As a 10th class boy, I was a very bad student. ഞങ്ങളുടെ കാലത്തൊക്കെ 10th ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ ടെലിഫോൺസിൽ എഞ്ചിനീയർ ആയിട്ട് എടുക്കുമായിരുന്നു. റൈറ്റ്? They are taken into telephone department and telephone department will train them to become a telephone engineer. അന്ന് എഞ്ചിനീയറിംഗിൽ ഏറ്റവും അത്യാവശ്യം ടെലിഫോൺസിലൊക്കെയാണ്. I don't know how many of you read the history of science and technology development in India. Prime Minister Nehru flown from Delhi to Chennai
27 എഞ്ചിനീയേഴ്സ് വാച്ച് അസംബിൾ ചെയ്യാൻ പഠിക്കാൻ ജപ്പാനിൽ പോയി. നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് ആ അസംബിൾ ചെയ്തുകൊണ്ടുവന്ന 300 വാച്ചസ് വിൽപ്പന ഇനോഗ്രേറ്റ് ചെയ്യാൻ പ്രൈം മിനിസ്റ്റർ has flown from ഡൽഹി ടു ചെന്നൈ. ആ ടെക്നോളജി വായിച്ചു കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതാണ് ഇന്ത്യൻ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മുടെ കാലത്തൊക്കെ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജസ് വരും 1-2 എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കും. അപ്പൊ എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇന്നത്തെ എല്ലാവർക്കും എഞ്ചിനീയർ ആണെന്ന് ആഗ്രഹം. എന്ത് കാണുന്നോ അതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുക. ആണോ അല്ലയോ? അല്ലേ? കാണാത്തൊരു സാധനം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. സ്വപ്നത്തിലേ കാണുള്ളൂ. ആ സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിലുള്ള സ്വപ്നം. അത് നമ്മളെ കരിയർ ഉണ്ടാക്കിയെടുക്കില്ല. ഉണർന്നിരിക്കുമുള്ള സ്വപ്നങ്ങളാണ് നമുക്ക് കരിയർ ഡെവലപ്മെന്റ് ഉണ്ടാക്കി തരാം. അത് വേണമെങ്കിൽ നമ്മൾ കാണുന്നതേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്? So when we were in 10th class, I never had any ambition. What I want to become എന്ന് വെച്ചാൽ അറിയില്ല എന്ന് പറയും. എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ my father was an agriculturist. We had a lot of land. എൻ്റെ അമ്മയ്ക്ക് 1,00,000 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. We were the landlords. അപ്പൊ എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. കാരണം ആരെങ്കിലും കൃഷി ചെയ്ത് കുറെ സാധനം നമ്മൾ വിട്ടുകൊണ്ടു തരും. അത് പക്ഷെ കഴിക്കുക അത്ര. പറമ്പിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള എല്ലാ സാധനവും കിട്ടും. അത് വെച്ചിട്ട് കറി ഉണ്ടാക്കി കഴിക്കുക എന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ഉച്ചക്ക് പോയാൽ പശുവിനെ മാറ്റിക്കെട്ടണം. രാവിലെ പശുവിനെ കെട്ടിട്ട് പോകണം. രാവിലെ പശുവിനെ കറക്കണം. ഐ ഹാഡ് ഇൻ മൈ ചൈൽഡ്ഹുഡ് മിൽക്ക് ഡയറക്ട്ലി ഫ്രം ദ കൗസ് ബ്രസ്റ്റ്. നേരെ പോയിട്ട് ഇങ്ങനെ തുറന്ന് കുടിക്കുമായിരുന്നില്ല. അതാണ് രാവിലത്തെ പാലുകുടി. ഐ ഡിഡ് ഇറ്റ് ഇൻ മൈ ഓൺ ഹാൻഡ്. ഇറ്റ്സ് വെരി ഹോട്ട്. ഇറ്റ്സ് ദ ബെസ്റ്റ് ഫുഡ് വാട്ട് യു ക്യാൻ ഹാവ്. മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഏത് അമ്മിഞ്ഞ കണ്ടാലും പാല് കുടിക്കുന്നത്. ബാക്കി എല്ലാ മൃഗങ്ങളും അതിന്റെ അമ്മയുടേത് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് ഇപ്പൊ പാല് കഴിക്കാറില്ല. കാരണം അന്ന് കുടിച്ച പാലിന്റെ സ്വാദാണ് ഇപ്പോഴും നാവിൽ. അതിൽ താഴെയുള്ള ഒരു പാല് കുടിക്കാൻ ഇപ്പോഴും ഇഷ്ടമല്ല. സോ ഐ ഡോണ്ട് ടേക്ക് മിൽക്ക്. ദാറ്റ്സ് മൈ സ്ട്രെങ്ത്. ഐ ആം നോട്ട് ഡിസീസ്ഡ് ഫോർ ലാസ്റ്റ് 30 years. ഒരു മരുന്നുമില്ല ഈ ശരീരത്തിൽ. 60 കിലോ ആണ് ഇപ്പോഴും. ഏതെങ്കിലും ഒരു വെയിങ് മെഷീൻ തൂക്കി നോക്കിയിട്ട് ഞാൻ 59 61 ഉണ്ടെങ്കിൽ ആ വെയിങ് മെഷീൻ കേടാണെന്ന് അർത്ഥം. യു ഗെറ്റ് ബെറ്റർ കാലിബ്രേറ്റഡ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ കണ്ടീഷൻ ഐ ആം sharp 60 kg for last 30 years and never fall sick even a moment in my life. I never fallen sick. No disease, no stomach pain, no throat infection. I keep traveling in different climatic conditions. അങ്ങനെയുള്ളൊരു വില്ലേജിലുള്ളൊരു വ്യക്തിക്ക് ബട്ട് ഐ നെവർ ഹാഡ് എ ബോട്ടിലായിട്ടുള്ള ഒരു ഭക്ഷണവും കഴിച്ചില്ല. ഇന്നലെ ഞാൻ എന്താണ് കാപ്രിക്കോം Do you know who manufactures it? PepsiCo. Have you ever read the conditions on which it has to be preserved? വെറുതെ ഒന്ന് വായിച്ചു നോക്കണം. ഇന്നലെയാണ് ഞാൻ ആ പ്രോഡക്റ്റ് ശ്രദ്ധിച്ചത്. കാരണം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു ഷെൽഫിൽ കിടക്കുന്നുണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് ഗൂഗിൾഡ് ആൻഡ് ഫൗണ്ട് ദാറ്റ് 3 hours നോൺ റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ വെച്ചാൽ ദാറ്റ് ബിക്കം സ്പോയിൽഡ് എന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്തു. നിങ്ങൾ വാങ്ങിക്കുന്ന ഏത് കടയിൽ നിന്നും ഇത് വാങ്ങിക്കുമ്പോൾ 100% ഗ്യാരണ്ടീഡ് ആണ് ഇറ്റ് വുഡ് ഹാവ് ബീൻ കെപ്റ്റ് ഔട്ട്സൈഡ് റെഫ്രിജറേഷൻ ഫോർ മോർ ദാൻ 3 hours. ആണോ അല്ലയോ? മാനുഫാക്ചറർ പറയുന്നതിൽ തെറ്റിച്ചിട്ടല്ലേ കിട്ടുന്നത് നിങ്ങൾക്ക്? യെസ്. And who spoils? You spoil your health, right? So I never take anything which is bottled other than I carry my water, I drink whatever is possible. I don't even use a water bottle which cannot be recycled. ബോട്ടിൽ റീസൈക്കിളബിൾ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പനിയുടെ 15 തരം വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കുന്നത്. ബോട്ടിൽ നമ്പർ 1 ആണ്. അതിൽ ഏത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ബോട്ടിൽ ഉണ്ടാക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. യു മസ്റ്റ് റീഡ് ഓൾ ദിസ്. ഞാൻ ആ കണ്ടീഷനൊന്നും ഇല്ലാത്തൊരു സാധാരണ വില്ലേജിലുണ്ടായിരുന്ന മോരും വെള്ളം മാത്രം കുടിച്ചിട്ടും പാല് മാത്രം കുടിച്ചിട്ടൊക്കെ ജീവിച്ചിട്ടുള്ള വ്യക്തി. അന്ന് വെള്ളം കുടിക്കുന്നത് കിണറ്റിൽ നിന്ന് നേരെ എടുത്തിട്ട് അങ്ങനെ തന്നെ കുടിക്കാം. ഫിൽട്ടർ അല്ല. യു ഡോണ്ട് ഹാവ് ടു ഫിൽട്ടർ ഇറ്റ് ബിക്കോസ് ഓൾ ദ ജേംസ് ഹാവ് ടു ബി ഇൻസൈഡ് വാട്ടർ. ബോയിൽഡ് വാട്ടർ കുടിക്കരുതെന്നാണ് അച്ഛനും അമ്മയൊക്കെ പണ്ട് പഠിപ്പിച്ചിരുന്നത്. അമ്മ പഠിപ്പിച്ചത്, അച്ഛൻ എന്തായിരുന്നില്ല എനിക്ക് പഠിപ്പിക്കാൻ. ഐ ലോസ്റ്റ് മൈ ഫാദർ വെൻ ഐ വാസ് 4 years old. So mother never used to allow us to boil water and drink and all that. Drink as it is, nothing happens to it. ബോയിൽ ചെയ്താലാണ് വെള്ളം മോശമാകും. ബോയിൽ ചെയ്ത വെള്ളം 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാറ്റം കാണും.
because all the germs die inside that, and what you are drinking is a non-vegetarian soup. Boiled water is non-vegetarian soup. Filtered water is better than ഇനിയൊക്കെ ഓരോന്നും മടപ്പിച്ചു നോക്കുന്നു, വെള്ളം കുടിക്കും. We try to follow as best as we can. Anyway, I am in a small village. 10th class we never had aviation, but my classmates became telephone engineers, the best students. പിന്നെ ബെസ്റ്റ് എവിടെ പോകുന്നറിയോ? ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ, TTC. റൈറ്റ്? ആ TTCക്കാർ എവിടെ മാഷാവും? ലോവസ്റ്റ് ക്ലാസ്. ആണോ അല്ലയോ? The best brilliant students become teachers of the lowest class. അത് കിട്ടാത്തവർ BA കഴിയും, എന്നിട്ട് B.Ed പോകും. They become the next level teachers. അവിടെയും ഫിൽട്ടർ ചെയ്തിട്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എവിടെ പോകും? MSc പോകും. MSc പോയി കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം, ആ സമയത്ത് പ്രീ ഡിഗ്രിക്കും കോളേജിലൊക്കെ ടീച്ചർ ആവാം. അപ്പോൾ കോളേജ് ടീച്ചേഴ്സൊക്കെ തേർഡ് ലെവൽ, തേർഡ് റേറ്റ് കൊള്ളാത്തവരാണ്. അങ്ങനെ അവിടെയും കിട്ടില്ല എന്ന് വന്ന സമയത്താണ് നമ്മൾ MPhil PhD ഒക്കെ ചെയ്യാൻ പോവുക. അങ്ങനെ MPhil PhD ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരാവും. അതും എനിക്ക് കിട്ടാത്തപ്പോഴാണ് ഞാൻ സ്പേസ് സയൻസ് ആയത്. സോ യുവർ PhD തന്നെ കുറെ, നിങ്ങളുടെയൊക്കെ പ്രൊഫസർമാർ PhD ആണ് അല്ലേ? അവരോട് ചോദിച്ചിട്ടുണ്ട് എന്താ PhD? എന്താ PhD മീൻസ് പെർമനന്റ് ഹെഡ് ഡാമേജ്, perspiration, humiliation, degradation. You become useless and nothing can happen. We are mathematicians. ഞാൻ മാത്തമാറ്റീഷ്യൻ ആണ് കൃത്യമായിട്ട് പറയാൻ വേണ്ടി. ഞങ്ങള് PhD, what is PhD എന്ന് ചോദിച്ചാൽ knowing more and more about less and less എന്നാണ് PhD. Knowing more and more about less and less. നിങ്ങൾ ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാം പഠിക്കും. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ കുറച്ചും കൂടി സ്പെഷ്യലൈസേഷൻ ആവും. MPhil പഠിക്കുമ്പോൾ പിന്നെയും സ്പെഷ്യലൈസേഷൻ ആവും. PhD എത്തുമ്പോഴോ ഒരു പ്രോബ്ലം 4 കൊല്ലം 3 കൊല്ലം, അതല്ലെങ്കിൽ ചിലർ 8 കൊല്ലം, വേറെ ഒന്നും അറിയില്ല. ആ അവസ്ഥയിലേക്ക് പോകും. ഞങ്ങളുടെ മാത്തമാറ്റീഷ്യൻസിൻ്റെ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ, എനിത്തിങ് ലാർജ് വി മേക്ക് ഇറ്റ് ടു ഇൻഫിനിറ്റി, എനിത്തിങ് സ്മോൾ വി മേക്ക് ഇറ്റ് ടു 0. ഈ ഒരു ഡെഫിനിഷൻ, നോയിങ് മോർ ആൻഡ് മോർ അബൌട്ട് ലെസ് ആൻഡ് ലെസ്, മാത്തമാറ്റീഷ്യൻസിന്റെ പ്രകാരം യു നോ എവറിഥിങ് അബൌട്ട് നത്തിങ്. സോ വി ബിക്കം നത്തിങ്. Generally, mathematics people, when I was a student of mathematics, BSc കഴിഞ്ഞു, after that we did MSc, then did MPhil and PhD. ഞങ്ങൾ സിമ്പിൾസ് മാത്രം ഉപയോഗിക്കുന്നവരാണ്, ആണോ അല്ലയോ? അപ്പം ഞാൻ പരിഹസിച്ച് പറയാറുണ്ട് എൻ്റെ സ്റ്റുഡൻസിനെ കുറിച്ച്, ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ കുറിച്ച്. If somebody asks you, where is your canteen? We will say it's in the denominator. My classroom seminar hall is in the numerator. Because we lose English and we only, right? I was fortunate that I stay with my language, both Malayalam and English. അതുകൊണ്ട് തന്നെ when I became a department of space scientist, we had 20-30 people. I was the first employee in the office. Office building was my job. Building planning was my job, because that was the first office for a specific task set up by the Parliament Committee and under Space Department, under Prime Minister's office for spying outside country using satellites. അതാണ് റോയിലായിരുന്നു. ആ ചെയ്യുന്ന സമയത്ത് we have a responsibility of building institution. ഒരു building institution is a task, right? And I will give you example. We had a great astrophysics person in India, Professor Narlekar. Astrophysics Narlekar എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്താൽ വിക്കിപീഡിയയിലും ഒക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. He would have been a Nobel laureate. ഈ ക്ലാസ്സിൽ ആകെ 4-5 നല്ല സ്റ്റുഡൻസേ ഉള്ളൂ, ബാക്കിയൊക്കെ ജങ്ക് സ്റ്റുഡൻസ് ആണ് ഇപ്പൊ ഇരിക്കുന്നത്. ഈ ക്ലാസ് കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ടാവും. തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെയോ സംസാരിക്കുമ്പോൾ എന്താ സംസാരിച്ചത്, അയാൾ എന്തോ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഏതോ ഒരാളെ കുറിച്ച് പറഞ്ഞു, അയാളെ പേരെന്താ, എന്തോ നാരിയൽന്നോ അങ്ങനെ എന്തോ. കാരണം
You are all students. Students should have their tools. സാധാരണ വീട്ടിൽ പണിക്ക് വരുന്ന ഒരാൾ, അയാളുടെ കയ്യിൽ എന്തുണ്ടാവും? ആയുധം ഉണ്ടാവും, ഉണ്ടാവില്ല? നിങ്ങളുടെ കയ്യിലൊക്കെ ആയുധമുണ്ട്, പക്ഷെ നിങ്ങൾ എടുക്കാൻ തയ്യാറല്ല. എഴുതി വെച്ചില്ലെങ്കിൽ മറന്നുപോകും മക്കളെ. നിങ്ങൾ അത്ര ബുദ്ധിയുള്ളവരെന്നല്ലാന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഏത് സ്റ്റുഡൻറ്റിനും വേണ്ട ക്വാളിറ്റി നമ്പർ 1, എന്ത് പറയുമ്പോഴും കേൾക്കാൻ നല്ല സുഖം ഉണ്ടാവും. അല്ലെങ്കിൽ ദിസ് ബിക്കംസ് ലൈക്ക് എ പൊളിറ്റീഷ്യൻ സ്പീച്ച് ഓൺ ദ റോഡ് ക്രോസ് അല്ലേ? ഏത് സബ്ജക്റ്റാ പറഞ്ഞത്? ആസ്ട്രോഫിസിക്സ് ആണെന്ന് ഓർമ്മയുണ്ടാവില്ല, കാരണം നിങ്ങളുടെ ഭാഗമല്ല. ആസ്ട്രോളജിയിൽ ആരോ ഒരാളുണ്ട്, ഏതൊരു ജാതകം നോക്കും, അയാളുടെ പേരാണ്. അയാൾക്ക് നോബൽ സമ്മാനമൊക്കെ കിട്ടുമോ? ഇയാൾക്ക് എന്തോ ഭ്രാന്താണ്. ആരാ സംസാരിച്ച? ഏതോ താടിക്കാരൻ വന്ന് സംസാരിച്ചു. ഇപ്പൊ സാർ ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. സാധാരണ ഞാൻ ചെയ്യാറുള്ളത്, നിങ്ങളൊക്കെ കോളേജ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒക്കെ ഇതിന് വിട്ടതാണ്. ആദ്യം ചെയ്യുന്നത് ഇതിൽ റാൻഡം ഒരാളെ പിക്കപ്പ് ചെയ്തിട്ട് എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. അത് പറയാൻ പറ്റില്ലെങ്കിൽ നല്ല തല്ലും കൊടുക്കും. അതാ എൻ്റെ ശരിയായ സ്വഭാവം. കാരണം പറയുന്ന വാക്കുകൾ ശരിക്ക് കേൾക്കാൻ ശ്രദ്ധയില്ലാത്തവർ ക്ലാസ്സിലിരിക്കരുത്. ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. ഇവിടെ എഴുതിട്ട് ഉച്ചക്ക് മസാല ദോശ കഴിക്കണോ, അല്ല ഏത് ഹോട്ടലിലാണ് പോകേണ്ടതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന ദിസ് ബിക്കംസ് എ വേസ്റ്റ്. ഐ ഡോണ്ട് ലൈക്ക് ടു വേസ്റ്റ് മൈ ടൈം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരാളും പറഞ്ഞ സംഭവങ്ങൾ ഞാൻ 10 കൊല്ലം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ് ആദ്യം സാർ ഇന്ന് ക്ലാസ്സിലിരുന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് ഞാൻ അന്നത് പറഞ്ഞു എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ കിട്ടും അപ്പടിയുണ്ട്. ഞാൻ അങ്ങനെയുള്ളൊരു മാഷ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളൂ. അവസാനം ഞാൻ പിടിച്ചിവിടെ ഒന്ന് പറയിപ്പിക്കും നിങ്ങളെ റാൻഡം ഏതെങ്കിലും ഒരാളെ. ഞാൻ പറഞ്ഞത് എന്താന്ന് പറയട്ടെ. ആ സമയത്ത് ബബ്ബാന്ന് പറഞ്ഞാലുണ്ടല്ലോ ചെവി പൊന്നാക്ക്. ശരിക്കും ശ്രദ്ധിക്കണം. കാരണം നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ്, ദാറ്റ് മേക്സ് എ ഗുഡ് സ്റ്റുഡൻറ്. ശരിക്കും എഴുതി വെക്കണം. എന്താ പറയണം, ഓരോ സമയത്തും പറയുന്ന വാക്കുകൾ അത് ശരിക്കും ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് പിന്നെ പുനർവിചിന്തനം ചെയ്യണം, ചർവണം ചെയ്യണം. പശുവിന്റെ സ്വഭാവം. അത് കഴിയുമ്പോൾ യു ഗെറ്റ് ദാറ്റ് data becomes your analysis, and that analysis gives you knowledge. That knowledge, when you apply, you become a social being. അതല്ലെങ്കിൽ യു ആർ നോട്ട് എ സ്റ്റുഡൻറ്. കേൾക്കുന്നത് എല്ലാ മൃഗങ്ങളും കേൾക്കും. ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ ക്ലാസ്സുകളിൽ ഇരിക്കാൻ നല്ല സുഖം. എന്ത് പറയുമ്പോൾ ആ ആ ആ, അവസാനം ചോദ്യം ചോദിക്കുമ്പോൾ രണ്ടാമത്തെ അക്ഷരം ആ. ആദ്യം 2 അക്ഷരം പഠിച്ചാൽ മതി. ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം പഠിച്ചാൽ ഏത് ക്ലാസ്സിൽ ഇരിക്കാൻ പറയാം. നെവർ ബിക്കം ലൈക്ക് ദാറ്റ്. യു മസ്റ്റ് ഹാവ് ദ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ്. I was talking about Narlikar. Astrophysics man Narlikar from US was invited to India by the Prime Minister then and asked him, which institution, what position you want? He said, I don't want any position, I want some land. Give me a land in Pune, I will make my own institute now. ആർക്കെങ്കിലും എത്ര ധൈര്യം ഉണ്ടാവും ഒരാൾക്ക് പറയാം? There are people like that who are invited to India. Baba was one, right? Sarabhai was another. Sam Petroda was another. Great people were invited back to India from abroad. Otherwise, they would have become Nobel laureates. Right? ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾ ക്വാർക്ക് കണ്ടുപിടിച്ചിട്ടുള്ള ECG സുദർശൻ, ഐ ഹാപ്പൻ ടു ബി ഹിസ് സ്റ്റുഡൻറ്. എൻ്റെ ഭാഗ്യം ജീവിതത്തിൽ അതാണ്. അങ്ങനെ കുറേ മഹത് വ്യക്തികളുടെ ക്ലാസ്സിൽ ഇപ്പം നിങ്ങളിരിക്കുന്നത് പോലെ കാണാനും ഇരിക്കാനും സാധിക്കാതെ മാത്രമല്ല, ഐ കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം, ഐ ടോക്ക് ടു ദം, ഐ മീറ്റ് ദം. ചെന്നൈയിൽ പോകുമ്പോൾ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം അദ്ദേഹത്തെ. അങ്ങനെ നർലേക്കറിന്റെ ക്ലാസ്സിലിരുന്ന ക്ലാസ് അസ്ട്രോഫിസിക്സ് അല്ല. ഈസ് എ ഗ്രേറ്റ് അസ്ട്രോഫിസിക്സ് മാൻ. He made his own institution. So when we wanted to make an institute, because I know that he made an institute by himself, I went and sat in his class. ആ ക്ലാസ് how to build an organization. അപ്പോൾ ആരുടെ നിന്നാണ് നമ്മുടെ ബിൽഡിംഗ് ഓർഗനൈസേഷൻ പഠിക്കുന്നത്? That's a management science. Where do I learn that? Learn from a great astrophysics man who teaches management science. Project management ആണ് പഠിപ്പിക്കുന്നത്. So don't think that when you become an expert in one subject, that only is your expertization. You can become expert in different subjects. പണ്ടത്തെ ഒരു കോട്ട് ഉണ്ട് ഇംഗ്ലീഷിൽ,
ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നാണ്. അതും നിങ്ങൾക്ക് അറിയാം. ഡു യു നോ ദാറ്റ് ദർ ഇസ് എ കോട്ട്? ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. I keep saying that's wrong. You can be jack of all trades when you are master of one. ഒരു വിഷയത്തിൽ മാസ്റ്റർ ആയാൽ നിങ്ങൾക്ക് ഏത് വിഷയവും പഠിക്കാം. ഒരു ചോദ്യം, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന വിഷയത്തിൽ you are all bachelors or masters. Will you be able to say yes, I am the master of that subject എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഏത് വിഷയത്തോ ഇന്ന് രാവിലെ എന്നെ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരെന്താ സാറേ? ആ കുട്ടിയോട് ജീപ്പിൽ കയറിയപ്പോൾ ആദ്യം ചോദിച്ചൊരു ചോദ്യം, ഷീസ് എൻ MBA. MBA ആണെന്ന് പറഞ്ഞു. എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു. MBA ആണെന്ന് പറഞ്ഞു. ഐ ആസ്ക്ഡ് ഹർ നെയിം, വേർ ഷീ ഈസ് കമ്മിങ് ഫ്രം. ആ പറയുന്ന പേര് ശരിക്കും ക്ലിയർ ആയിട്ട് പറയാത്തതുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. MBA ആണെന്ന് പറഞ്ഞ അടുത്ത ചോദ്യം, വാട്ട് യു ആർ ഡൂയിങ് ഇൻ വേസ്റ്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ചോദ്യം ചോദിച്ചു. ഒട്ടനെ ഉത്തരം പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ കയറിയത് വേറെ ഡിപ്പാർട്ട്മെന്റിലാണ്, പിന്നെ അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ദ ക്വസ്റ്റ്യൻ വാസ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ആൻസർ എന്താണ്? ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റിൽ കയറിയതായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം, ആ ഡിപ്പാർട്ട്മെന്റിൽ വേസ്റ്റ് ആയതുകൊണ്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാനേജ് ചെയ്യുന്നതാണ്. I am taking an example because you have to be very specific. When I remember after my masters, അന്ന് ത്രിവിക്രമൻ സാറാണ് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. വി ഹാഡ് ഓൺലി 12 ചിൽഡ്രൻ. വൈവക്ക് സാർ എൻ്റെ അടുത്ത് ചോക്ക് തന്നിട്ട്, ബ്ലാക്ക് ബോർഡാണ്, ചോക്ക് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ബോർഡിൽ എന്തെങ്കിലും എഴുതാമോ? അതാണ് പറഞ്ഞത്. വൈവക്ക് എന്തും ചോദിക്കാം. ഞാൻ ഉടനെ പോയിട്ട് അവിടെ എഴുതി, വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലും. അപ്പൊ സാറ് താൻ എന്താ എഴുതിയെന്ന് ചോദിച്ചു. സാർ എന്തെങ്കിലും എഴുതാനല്ലേ പറഞ്ഞത്. എടോ മാത്തമാറ്റിക്സ് എന്തെങ്കിലും എഴുതാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ദാറ്റ് യു ഷുഡ് ടെൽ മീ നാ. ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ലെങ്കിൽ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ആം സേയിങ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കവിത? വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലും എന്ന് എവിടെയും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയില്ല. ഞാൻ എഴുതിയതാണ്. ഞാൻ അത്ര മഹാകവിയൊന്നും അല്ലല്ലോ, അപ്പം അതുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ സാധ്യത എൻ്റെ കവിത തന്നെയാണ്. പക്ഷെ എൻ്റെ കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മലയാളത്തിലിടക്കൊക്കെ അബദ്ധത്തിൽ കവിത എഴുതുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ അന്ന് എഴുതിയതാണ്. ഞാൻ അങ്ങനെ ഒരു തമാശക്കാരൻ. സാറ് ചോദ്യം കറക്റ്റായിട്ട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ശരിക്കും ഉത്തരം ശരിക്കും പറയില്ല. പിന്നെ ഞാൻ കോംപ്ലക്സ് അനാലിസിസിൽ ഒരു തിയറി എഴുതി കൊടുത്തു. അപ്പൊ സാറിന് സന്തോഷമായി. എനിവേ ഐ ഗോട്ട് നോട്ട് ബാഡ് ഗുഡ് മാർക്കിംഗ്. ഐ വാസ് സെക്കൻഡ് റാങ്ക് ഇൻ ദ യൂണിവേഴ്സിറ്റി, ഫസ്റ്റ് റാങ്ക് ഫോർ MPhil. And then I did my PhD and MPhil in 3 years. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് ചോദ്യം ചോദിക്കാൻ അറിയണം. ആ സ്പഷ്ടമായിട്ട് ചോദ്യം ചോദിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ്, നിങ്ങൾക്കൊക്കെ കിട്ടുന്നൊരു ഡിഗ്രി എന്താണ്, അല്ലെങ്കിൽ കിട്ടിയ ഡിഗ്രി എന്താണ്? MBAക്കാർക്ക് B എന്ന് തുടങ്ങുന്ന ഒരു സാധനം ആണോ അല്ലയോ? എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി? വാട്ട് ഡു യു ഗെറ്റ്? ബാച്ചലർ ഓഫ് സയൻസ്, BSc ആണ്. How many of you are BScs? Either you became a BSc or you are going to be a BSc, right? Ano alliyo? Any other person other than BSc here? Students among the students? BA? BCom, yeah. BA, BCom, BA. Either subject? English. So any of this, you have got a B before this, right? What is B? അപ്പോൾ നിങ്ങൾ ബാച്ചിലേഴ്സ് ആണ്. എന്താണ് ബാച്ചിലർ എന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി പോലും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ വേണോ വേണ്ടിയോ? വൈസ് ചാൻസലർ is going to give you a certificate saying that you are a bachelor of science in so and so subject. തരുന്നുണ്ടോ ഇല്ലയോ? ആ ബാച്ചിലർ എന്ന സബ്ജക്ട് തരുന്ന സമയത്ത് ഡോണ്ട് യു ഹാവ് ടു നോ വാട്ട് ഈസ് ബാച്ചിലർ മീൻസ്? എന്താ ബാച്ചിലർ? ഇതുവരെ ആലോചിച്ചില്ല. എന്താ ബാച്ചിലർ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ എന്താ പറയാ ബാച്ചിലർ? ബ്രഹ്മചാരി. അപ്പൊ നിങ്ങൾ ബ്രഹ്മചാരി ഇൻ ഇംഗ്ലീഷ് ആണോ? യെസ്. പക്ഷെ ബ്രഹ്മചാരികളാവണം. എന്താ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അറിയോ? ബ്രഹ്മം
ചരിക്കുന്നത്. ചരിക്കുക എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ അർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. ഹൃദയത്തിനകത്തിരിക്കുന്നതാണ് ബ്രഹ്മം. നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ റൂട്ട് സീഡാണ് ബ്രഹ്മം. നമ്മളെ ചിന്തിപ്പിക്കുന്നതിന്റെ സ്പാർക്കാണ് ബ്രഹ്മം. അപ്പൊ നിങ്ങളെ എന്തിൽ ചിന്തിപ്പിക്കണം? ഇംഗ്ലീഷിൽ BA എടുക്കുന്ന ഒരാള് ചിന്തിക്കണം എന്തിനെ കുറിച്ച്? ഇംഗ്ലീഷിനെ കുറിച്ച്. അത് മാത്രമേ ചിന്തിക്കാവൂ ബാച്ചിലേഴ്സ് പഠിക്കുമ്പോൾ. ഹൃദയം എവിടെ ഉണ്ടാവണം? പഠിക്കുന്ന വിഷയത്തിൽ ഉണ്ടാവണം. ഞാൻ BSc മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് അല്ലാതെ വേറൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കോ? ഹൃദയം ഉണ്ടോ? അല്ല ആർക്കെങ്കിലും കൊടുത്തോ? ഇതാണ് പ്രായം. ആർക്കെങ്കിലും കൊടുക്കുക. ആരെങ്കിലും കണ്ട ഉടനെ നിങ്ങൾ കൊടുക്കുക. അവരെ കണ്ടാൽ ടെൻഷൻ, കണ്ടില്ലെങ്കിൽ ടെൻഷൻ. അപ്പൊ ഈ സബ്ജക്റ്റ് ഹൃദയത്തിൽ കയറുകയില്ല. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? എക്സാമിനേഷൻ വരാനാകുമ്പോൾ തൂങ്ങിച്ചാവാനുള്ള മാർഗങ്ങളൊക്കെ അന്വേഷിക്കും. ഐ എം എ സൈക്കോതെറാപ്പിസ്റ്റ്. സോ ഐ ഗെറ്റ് ലോട്ട് ഓഫ് കോൾസ് ഫ്രം സ്റ്റുഡൻസ് സേയിങ് ദാറ്റ് സർ ആത്മഹത്യ ചെയ്യണം സർ. ആര്? ഞാനോ? അല്ല സർ, എനിക്ക് ആത്മഹത്യ ചെയ്യണം തോന്നുന്നു സർ. പോയി ചാവ്. നീ ഏത് ഫ്ലോറിലാ? ഹോസ്റ്റലിലാണോ? ആണ് സർ. എത്രാമത്തെ ഫ്ലോറിലാ? 7ാമത്തെ. അവിടുന്ന് ചാടിയ ചാവെന്ന് ഉറപ്പുണ്ടെങ്കിൽ നേരെ ചാടിക്കുമ്പോളൂ. സർ, സാറ് തമാശ പറയണം. തമാശയല്ല, സീരിയസ് ആയിട്ടാ പറയണേ. ചാവാൻ പറയുന്ന ഒരാൾക്ക് നമ്മൾ എന്തിന്റെ മാർഗം പറഞ്ഞു കൊടുക്കണം? ചാവാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ചിലര് കേൾക്കുമ്പോൾ പറയും, ഇത്ര ധൈര്യത്തിൽ സാറ് ചാവാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കേ. കാരണം ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്ന് ഇഷ്ടംപോലെ ആൾക്കാർ തൂങ്ങി മരിക്കുമായിരുന്നു. ചെറിയ വില്ലേജാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് പോയി കാണാൻ ഈ തൂങ്ങി മരിച്ചത്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത സംഭവം മറ്റൊരാൾ ചെയ്യുമ്പോൾ കാണണോ വേണ്ടിയോ? എന്ത് രസമറിയോ കാണാൻ. കാരണം ഈ 2 കൈയും ഫ്രീ ആയിരിക്കും, കഴുത്ത് കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഈ കൈ കൊണ്ട് മാന്തിയിട്ട് ഇവിടെ ഫുൾ പൊട്ടിയിട്ട് ബ്ലഡ് ഒഴുകും. ശരിക്കും അങ്ങനെയാണ്. നിങ്ങൾ ഈ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ശരിക്കുള്ള കണ്ടിട്ട്. പിന്നെ ഞങ്ങൾ കിണറ്റി ചാടി മരിക്കുമായിരുന്നു. കുറേ ആരുടെയെങ്കിലും കിണറ്റിപ്പോയി ചാടും. അപ്പൊ അയാൾക്കും കൂടി ഒരു ദുഷ്ടതയായിട്ട് അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട് ഞാൻ. വി ആർ ഫ്രം എ സ്മോൾ വില്ലേജ്. ആരെങ്കിലും ഇപ്പൊ കിണറ്റിച്ചാടി മരിച്ച ആളുടെ പാട്ടൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് കെട്ടാനൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. നോ പ്രോബ്ലം. ജീവിതം ഡോക്ടേഴ്സ് ചെയ്യാറില്ല. അതേപോലെ നമ്മളും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ ലിവ്ഡ് ഇൻ സച്ച് വില്ലേജസ്. ഐ റിമെമ്പർ വെൻ ഐ വാസ് ഇൻ 8th ക്ലാസ് വി ഹാഡ് ഒരു ബസ് മറിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അതിൽ ഓരോരാളെയും എടുക്കാനും വെക്കാനും ഒക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഐ ആം നോട്ട് വറീഡ് അബൌട്ട് ഡെത്ത്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും മരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയും ചത്തോളാൻ പറയും. വെറുതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ട്? ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ചും ഹൗ ഈസ് യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ ഉടനെ പറയും ഇങ്ങനെ പോകണോ. ഞാൻ എന്തിനാ ഇങ്ങനെ പോകണം? നിർത്തിക്കൂടെ പണി? ദാറ്റ്സ് ട്രൂ ഈവൻ ഇൻ തമിഴ്. ഇപ്പടിയേ പോകരുത്. കന്നഡയിലോ any other non-Malayalis here? I'm using Malay. Oh, you are in the Malay. Which language? Telugu. Navale. Nanu Hyderabad andi. How do you say in Telugu? Jaragudayide alva? You say Jaragudayide. Going on like this, moving on like this. In Kannada they will say Hogta ide, Nadita ide. But you go to Bangla, they will say Balu ache. They are all happy people. Gujarat they will say Maje veche. അവരൊക്കെ ഹാപ്പിയാണ്. എൻ്റെ ഗുരു പറയാറുണ്ട്, ഇന്ത്യയുടെ ഭൂപടം പോലെയാണ് മനുഷ്യന്മാരുടെ മനസ്സ്. ഈ സൗത്തിലേക്ക് എത്തുമ്പോൾ, തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണെന്നറിയാം, ഇങ്ങനെ ഇല്ലാണ്ടായി പോകും. കണ്ണൂരുകാർ കുറച്ചും കൂടി ഭേദം. ഐ ആം ഫ്രം കണ്ണൂർ. കഞ്ചൂസുകളാണ് ജീവിതത്തിൽ. സന്തോഷം തീരെ ഉണ്ടാവില്ല. ഈ പണ്ടേ പറയാറുണ്ട്, ആലുവ പുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ കുഴപ്പമില്ല. The radiation content in Kerala, there is a lot of papers which came on the medical science on the psychological aspect of people on different places. Okay, Kyoto University radiation study Kerala nadichu കഴിഞ്ഞാൽ you will see studies which came from Japan on the radiation effect on human behavior. അതിൽ പറയുന്നത് സൗത്ത് കേരളയിലെ 30 times higher than the average Indian radiation ആണ് അവിടെ. കോൺസ്റ്റന്റ് റേഡിയേഷൻ മേക്സ് യു സൈക്കോളജിക്കലി അപ്സെറ്റ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തുകാർക്ക് കുറച്ച് കുഴപ്പം.
And that is there in Russia also. So your basic character depends on the geography, where you are from. എന്തുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാ? നിങ്ങൾ ഹിന്ദി സീരിയൽ കണ്ടിട്ടുണ്ടോ? എന്ത് ഹാപ്പിയാണ് ആൾക്കാർ, ആണോ അല്ലയോ? കേരള സീരിയലോ കാണുമ്പോൾ നമുക്കും കഴിയും. നമ്മൾ ബാക്കിയുള്ളവരെ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തുക. ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ വീണ് കിട്ടിയാൽ മതി, കാണാൻ പോകും. എന്തിനാ? ഈ വേറൊരാളെ ചാവാൻ കിടക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ, അസുഖമായിട്ട് കിടക്കുന്നത് കാണാൻ എന്ത് സുഖം, നമുക്കതൊന്നും ഇല്ലല്ലോ എന്നാണ്. ഈ മഹാഭാരതത്തിലെ യക്ഷപ്രശ്നം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അതിനകത്ത് യക്ഷൻ ചോദിക്കേണ്ട ധർമ്മപുത്രരോട് ദ മോസ്റ്റ് സർപ്രൈസിങ് തിങ്, യു മസ്റ്റ് ലേൺ മലയാളം. ഓക്കെ, ബൈ ദ എൻഡ് ഓഫ് ദിസ് ലെക്ചർ യു വിൽ ലേൺ മലയാളം. യക്ഷപ്രശ്നം ചോദിക്കുന്നുണ്ട്, എന്താണ് ലോകത്തിൽ ഏറ്റവും ആശ്ചര്യമുള്ള സംഭവം? ഒരാൾ മരിക്കുമ്പോൾ ഈ മരിക്കുന്ന പ്രൊസഷൻ പോകുന്ന സമയത്തും വീട്ടിലുള്ളവർ കരഞ്ഞോണ്ടിരിക്കില്ലേ? അപ്പൊ ഇയാളുടെ ധാരണ ഞാൻ മരിക്കില്ല എന്നതാണ്. ഓരോരുത്തര് കാലനൂർക്കു കടക്കവേ ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പൂ എന്താശ്ചര്യമിതിൽ പരം. ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പൂ എന്താശ്ചര്യമിതിൽ പരം. When you cross the road, when you see somebody with an accident, you don't care him because it's not you, but you know that it could have been you or some of your relatives, right? ആണോ അല്ലയോ? ആ കൺസേൺ ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ ആശ്ചര്യം. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. ഇങ്ങനെയാണല്ലോ മനുഷ്യൻ. മനുഷ്യരൂപേണ മൃഗശ്ചരന്തി, മനുഷ്യനെ പോലെ നടക്കുന്നൊരു മൃഗം അതാ പോകുന്നു പറയും. മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ, എന്തില്ല? ഹ്യൂമൻ ബീയിങ് എന്നാണ് നമ്മൾ, ആണോ അല്ലയോ? ബീയിങ്, ഹ്യൂമൻ ഈസ് ഹ്യൂമൻ ബീയിങ്. ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ്. If you don't have the social ability in you, if you don't have the human ability in you, you are unfit to be called like that. അപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ, whichever position, whichever career you do, definition, what you have to enjoy in life is how best you can serve people in this country, how best you can serve the society, how best you can serve the humanity. ആ thought process ഇല്ലെങ്കിൽ whichever profession you are not going to be happy. You fall sick. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിക്കോളൂ. കുറേ ആൾക്കാരെ സെർവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ they enjoy serving somebody else, they will have a better life. If you become selfish in your life, you are going to suffer in your life later. ലോക തത്വമാണ്. എന്താ കാരണം എന്നറിയോ? You become so mean that you become selfish. When you become more and more selfish, you get tension. ആ ടെൻഷൻ വരുമ്പോഴാണ് നമ്മൾ അസുഖം വരുന്നത്. ആയുർവേദത്തിലുള്ളൊരു ചൊല്ലുണ്ട്, ആദി വ്യാധി രൂപേണ ജായതേ എന്ന്. ആദി എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ടെൻഷൻ. അത് എന്തായിട്ട് മാറും? വ്യാധി രൂപേണ ജായതേ. ഡിസ് ഈസ് എന്നാണ് പറയാ, ആണോ അല്ലയോ? എന്താ പറയാ? ഡിസ് ഈസ്. ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം. ഐ ആം അറ്റ് ഈസ്. അത് ഡിസ് ആകുമ്പോഴാണ് എന്താവുക അല്ലേ? സയന്റിസ്റ്റിന്റെ പണി എന്താണ്? ഡിസ്കവർ. എന്തോ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മാറ്റിയാൽ ഡിസ്കവർ ആയി. അപ്പൊ ഈ ക്ലാസിന്റെ അടപ്പിങ്ങോട്ട് മാറ്റിയാൽ ഡിസ്കവർ ആയി. യു സീ വാട്ട് ഈസ് ഇൻസൈഡ്. ഈ എബിലിറ്റി നമുക്ക് ഉണ്ടാവും. ആസ് എ ഹ്യൂമൻ വി ഷുഡ് ഹാവ് ദറ്റ് എബിലിറ്റി ടു ഐഡന്റിഫൈ വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം. അപ്പൊ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ വിളിക്കുന്നു. സോ മൈ ഐഡിയ ഈസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് യുവർ പ്രോബ്ലം. ആണോ അല്ലയോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് 4 ആളെ ഫോൺ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യാൻ ആരെങ്കിലും? ശരിക്കും ആത്മഹത്യ ചെയ്യേണ്ടവർ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. ഈ വിളിക്കുന്നത് ആരാ? They are seeking solution, right? But they don't tell the problem. They tell what was the solution they thought of. അതാണ് ആദ്യം പറയുന്നത്. അതെന്താ തോട്ട് ഓഫ്? ആത്മഹത്യ. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ പോലീസാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്നെ പിടിക്കുന്നില്ല പോലീസ് വന്നിട്ട്. ഐ കീപ് റെക്കോർഡിംഗ് സംടൈം ദ ടോക്ക് വിച്ച് ഹാപ്പൻസ് ബിറ്റ്വീൻ മീ ആൻഡ് യു. പക്ഷെ 20 മിനിറ്റ് ആയില്ലേ മോളെ സംസാരിക്കുന്നത്. നാളെ നീ ഇന്ന് ചത്തുപോയി കഴിഞ്ഞാൽ പോലീസ് ഇൻക്വസ്റ്റ് കഴിഞ്ഞാൽ ആദ്യം വരെ എൻ്റെ അടുത്താണ്. സാറിന് ലാസ്റ്റ് കോള് ശശികുമാറാണ്. ഈ ഒരു കാര്യം ചെയ്യും, 10-30 ആളെയും കൂടി വിളിച്ചിട്ട് പിന്നെ മരിച്ചാൽ അപ്പൊ പോലീസിന് പണിയാവട്ടെ. കുറേ പേരെടുത്ത് പോയി അന്വേഷിക്കേണ്ടി വരുമല്ലോ, ഇന്ന് ഇവളെന്താ പറഞ്ഞത് അല്ലേ? ആണല്ലോ. I said, ask what is your problem? My problem is
നാളെ എക്സാം ഉണ്ട്, ഫാർമക്കോളജി അസർ, ഞാൻ എന്തായാലും തോക്കും. ഒരു ഫാർമക്കോളജി പരീക്ഷയ്ക്ക് തോറ്റാൽ ജീവിതം തൊലഞ്ഞു പോയി. അല്ല, നിങ്ങളൊരു ഡോക്ടറായി വിചാരിക്കും, ജീവിതം സക്സസ്ഫുൾ ആയി. ഡു യു തിങ്ക് ബിക്കമിങ് എ പ്രൊഫഷണൽ ഈസ് യുവർ സക്സസ്? ഞാൻ സാധാരണ കുറേ പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു വരും. റൈറ്റ്? ദേ ഡോണ്ട് ഗെറ്റ് എ ബാങ്ക് ജോബ്. ബാങ്ക് ഇന്റർവ്യൂ 8 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ബാങ്ക് ടെസ്റ്റ് എഴുതും. കീപ് ഓൺ പ്രിപ്പയറിങ്. കുറേ ഇന്റർവ്യൂവിനും പോയിട്ടുണ്ടാവും, എല്ലാത്തിനും ഫെയിലിയർ. വെരി ഗുഡ്, ടുമോറോ യു ക്യാൻ സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാങ്ക് കോച്ചിങ് സെന്റർ. ഞാൻ ഇത്രയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ ആരും ഉണ്ടാവില്ല കേട്ടോ, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ടുള്ളവർ ആരും ഉണ്ടാവില്ല. ആൻഡ് ദേ മേക്ക് മോർ മണി ദാൻ ബാങ്ക് ജോലിനേക്കാളും കാശ് കിട്ടുന്നവരുണ്ട് കേട്ടോ, ട്യൂഷൻ സെന്റർ ആണോ അല്ലയോ? അപ്പൊ അതുകൊണ്ട് യു ഡോണ്ട് ഹാവ് ടു വറി. ഇപ്പൊ MBBS തോറ്റു എന്ന് വിചാരിക്കുക 8 കൊല്ലം പഠിച്ചിട്ട്. ഐ ഹാഡ് എ ബോയ് ഹു കേം ടു പിക്ക് മീ അപ്പ്. ഐ കോണ്ട് സേ ഹി ഈസ് എ ബോയ്, ഹി ലുക്സ് ലൈക്ക് എ ജെന്റിൽമാൻ. Then I asked him which department you work. No sir, I am a student. Which year? Sir, 8th year just finished sir. ഇന്നും പോണം 2-3 കൊല്ലം കൂടി, അപ്പോഴേ MBBS തീരുള്ളൂ. It happens. Then he was very cool in telling that, and I asked him, why are you so cool in giving me an answer like that? 40% of my students are my colleagues even now sir. തുടങ്ങിയ കാലത്തേ ഉള്ളത് 40% ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. 10 കൊല്ലം ആവറേജ് in some of the medical colleges. തിരക്ക് പിടിച്ച് പാസ്സാവേണ്ട കാര്യമൊന്നുമില്ല. Okay, you can take very very slow step. എല്ലാം പഠിച്ചിട്ട് പോയാൽ. Why does it happen? Because you don't know the trick of learning. It's very simple. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മാർക്ക് മേടിക്കണോ എക്സാമിനേഷന്? How much mark you want? You tell me. I'll tell you the trick of learning. It's very easy to get good marks in examination. Very simple. You don't have to do a 3 months course or 6 months course. Come to me with your subject in a week, I will give you 100% marks. Any topic, any subject. കാരണം ലോകത്തിൽ ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യവും ഒരു എക്സാമിനേഷനും ചോദിക്കില്ല. The subject was here for long years, right? Teachers also refer to the old question paper. When we set a question paper, we get a set of questions from the university saying that this is our earlier question paper. Please set a question paper. And we don't invest the time for making a new question because എത്ര മാർക്ക് കൊടുക്കണം, എത്ര സമയം വേണം എന്നൊക്കെ നമ്മൾ കണക്കൂട്ടേണ്ടി വരും പുതിയ ക്വസ്റ്റ്യൻ എടുക്കും. പഴയ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റാൻഡം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, so if you study 10 years question paper properly, you get same question, right? So I asked the student to go to different rooms and find out all the students who already prepared for examination. ഏത് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ തരുമോ, അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരൂ. Do that to 10 students, you got 10 questions and answer. Tomorrow you write exam, you will pass more. ആ കുട്ടിക്ക് 89% മാർക്ക് വരും. That's very simple. Don't think your education is to get marks. മാർക്ക് കിട്ടി പാസ്സായതുകൊണ്ട് ഒരു കാര്യമില്ല മക്കളെ, വിവരം വേണം. അതല്ലെങ്കിൽ ചിലപ്പോ ഹസ്ബൻഡ്സ് വൈഫിനെ വഴക്ക് പറയുന്നേക്കാം, നീ എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം, എനിക്ക് വിവരമില്ലല്ലോ. എടുക്കണോ? യെസ്, വൈ? പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്തില്ല, വിവരമില്ല. എന്താ വിവരം? വിവേചന ബുദ്ധി, വിവേക ബുദ്ധി, പ്രാക്ടിക്കൽ നോളജ്, സ്കിൽ ഡെവലപ്മെന്റ്. സാർ എത്ര രസകരമായിട്ട് ആ വാക്ക് ഉപയോഗിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് ഫോർ കരിയർ ആൻഡ് ലൈഫ്, അതാണ് ഏറ്റവും അത്യാവശ്യം. സ്കിൽ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ യൂസ് ആണ്. ഏത്? നിങ്ങൾ ഈ പഠിച്ച വിഷയം പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഡു യു തിങ്ക് ഐ ആം യൂസിങ് മൈ PhD നോളജ് ഇൻ ടു മൈ പ്രാക്ടിക്കൽ ലൈഫ്? ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഹൗ ടു അപ്രോച്ച് എ പ്രോബ്ലം, ഹൗ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ആണ് PhD കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ദെൻ വെൻ ഐ സീ എ പ്രോബ്ലം, അതിപ്പോൾ ഇന്ന് രാവിലെ വായിച്ച് പോസ്റ്റർ വായിക്കുമ്പോഴും ഇറ്റ് ഗിവ്സ് മീ എ ക്വസ്റ്റ്യൻ. എന്താണ് ഇതിന്റെ അർത്ഥം? ഈസ് ഇറ്റ് ട്രൂ? അതല്ലേ ഒരു റിസർച്ചർക്ക് വേണ്ടത്, ആണോ അല്ലയോ? ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാവും, ക്വസ്റ്റ് ഉണ്ടാവും. ദാറ്റ് ക്വസ്റ്റ് ഷുഡ് റൈസ് ഇൻടു എ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ യു മസ്റ്റ് സ്പെൻഡ് ടൈം ടു ഫൈൻഡ് ആൻസേഴ്സ്. ഐൻസ്റ്റീൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബട്ട് ഇഫ് യു ഹാവ് എ പ്രോബ്ലം വിച്ച് നീഡ്സ് 3 hours to solve, identify questions, spend the time more than 2 hours 50 minutes to find the good questions. 10 minutes will give you solution.
സൊല്യൂഷൻ കാണാൻ എളുപ്പമാണ്, പക്ഷെ എന്തറിയണം? ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അറിയണം. നിങ്ങളെ ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. ഇൻ മൈ ക്ലാസ്സസ് ഐ ഡോണ്ട് ഗിവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഞാൻ MBA പഠിപ്പിച്ചിട്ടുണ്ട് 2 വർഷം. ഐ വാസ് എ പ്രൊഫസർ ഓഫ് മാനേജ്മെന്റ് ഇൻ JIT യൂണിവേഴ്സിറ്റി. എൻ്റെ ഒരു കുട്ടികൾക്ക് ഞാൻ നോട്ട് കൊടുക്കാറില്ല, ക്വസ്റ്റ്യനും ആൻസറും കൊടുക്കാറില്ല. ഐ വിൽ ആസ്ക് മൈ സ്റ്റുഡൻസ് ടു പ്രിപ്പയർ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ ഐ ഗിവ് ആൻസേഴ്സ്. നോട്ട് ഐ പ്രിപ്പയർ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ യു ഹാവ് ടു ഗിവ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ നിങ്ങൾ ആ വിഷയം പഠിച്ചു എന്നാണ്. വെരി ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ക്വസ്റ്റ്യൻസ്, ആണോ അല്ലയോ? ഇറ്റ്സ് വെരി ഈസി ടു ഗിവ് ആൻസേഴ്സ്. സോ ഹൗ ഡു യു സ്റ്റഡി? ടേക്ക് യുവർ സബ്ജക്ട്, make questions from that. I remember when I was appearing for Director of Academic Staff College, Calicut University Director of Academic Staff College position. I just applied because I get a TA to come from Hyderabad to Kerala. അതുകൊണ്ട് അപ്ലൈ ചെയ്തു. വെറുതെ ഒരു ട്രിപ്പ് കിട്ടുമല്ലോ. And you can officially take, you don't have to take leave. അപ്പോൾ കേരളത്തിൽ വരാൻ ഒഫീഷ്യലി ലീവും എടുക്കണ്ട, ഫെയർ ഈസ് ഓൾസോ പെയ്ഡ്. സോ വി ജസ്റ്റ് കീപ്. Before you appear an interview, you must get to know who are all the people who are sitting in front of you. ഏത് ഇന്റർവ്യൂ ബോർഡിലും ആരായിരിക്കുന്നത് കണ്ടുപിടിക്കാൻ വലിയ വിഷമമൊന്നുമില്ല. കാരണം because there is a rule which says who have to be the members. So I know there is going to be 3 vice chancellors, a director of earlier academic staff college, 1-2 പേരുണ്ടാവും. പിന്നെ there can be members from UGC. Vice chancellor of the university is going to be the chairman. So it's very easy to find out his biodata today, very easily. Google and then find out where is his name from. I came to know that he is a glaciologist. I studied all the book names which he has written, articles which he wrote in papers, everything I read. Got it? That is how you should prepare for an interview. ആരാ മുമ്പിൽ ഇരിക്കുന്നത് കറക്റ്റായിട്ട് അറിയാം. ഇന്റർവ്യൂവിന് വന്നപ്പോൾ ആദ്യം തന്നെ ഹസ്നൻ എന്നോട് ചോദിച്ചത്, why did you come for this job from a government, central government job എന്ന് state government ജോലിക്കാണ് വരുന്നത്? So we get less salary unless they protect the salary. Why did you come for this job എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ thank you sir. Why should you thank me? Sir, you said I came for the job. I thought I came for interview. മനസ്സിലായോ? I thought I am coming for an interview, but you already decided to give me a job. ആണോ അല്ലയോ? So, am I qualified, sir? Are you going to appoint me? It was a shock for a vice chancellor. ആണോ അല്ലയോ? So, he said, yes, he is a person from North India, very well known professor of JIT. Then he changed the question and asked me, why did you come for interview? Sir, to meet you, sir. What is so great in me, actually? He was very gentleman, right? They asked, sir, it was my desire to meet the best glaciologist in India, and you are the one. എനിക്ക് ഭയങ്കര കമ്മിയായോ ഇല്ലയോ? ഈ ഇരിക്കുന്ന ബാക്കി വൈസ് ചാൻസലേഴ്സിനോ കമ്മിറ്റി മെമ്പേഴ്സിനോ ഇയാൾ ഗ്ലേഷ്യോളജിസ്റ്റ് ആണെന്നൊന്നും അറിയില്ല. നിങ്ങൾ ആരെങ്കിലും വൈസ് ചാൻസലറുടെ ബയോഡാറ്റ നോക്കിയിട്ടുണ്ടോ? Sir, your article which you wrote in Deccan Chronicle, no? Deccan Chronicle is one of the best papers in Andhra Pradesh. You keep writing, and that is fantastic, sir. Your English is fantastic. Your writing is fantastic. And how come you are interested in glacier? Sir, I work in the border area. Satellite image ഉപയോഗിച്ചിട്ട് പിക്ചർ എടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലേഷ്യർ ഞാൻ മാപ്പ് ചെയ്തിട്ടുണ്ട്. So that Himalayan glaciers was my interesting place because we keep looking at roads in the glaciers. Now my question is finished. Now anybody want to ask question? ബാക്കിയുള്ളവരൊക്കെ ഫ്ലാറ്റായി. അടുത്ത ചോദ്യം കാണാൻ സുന്ദരിയായ കോട്ടയത്തുള്ള മേഴ്സി, കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ PhD. അവരിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് റിട്ടയറായി. അവർ പടക്കം നമ്മൾ കണ്ടറിയാം, മറ്റേ പത്രത്തിലും അവിടെ ഇവിടെ കിടക്കിടയ്ക്ക് കോൺട്രവേഴ്സി ആയിട്ട് എല്ലാ വൈസ് ചാൻസലർമാരും. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, എൻ്റെ ഫിസിക്കൊക്കെ കണ്ടിട്ട്, യു ലുക്ക് ഫിറ്റ്, ഡു യു പ്രാക്ടീസ് യോഗ? മാഡം, ഐ നോ വാട്ട് യു മീൻ. യോഗ മീൻസ് യോഗാസന ഫോർ യു. ദാറ്റ് ഈസ് വാട്ട് കോമൺലി പീപ്പിൾ നോ. ബട്ട് ഐ ആം എ മെഡിറ്റേഷൻ മാസ്റ്റർ ഫ്രം ഹിമാലയസ്. ഐ ആം എ മെഡിറ്റേഷൻ മാസ്റ്റർ ഫ്രം ഹിമാലയസ്. And യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. I am in the 8th level.
So you are asking me the third level. യമ നിയമ ആസന. ആസനത്തിലാണോ എന്നാണ് ചോദിക്കുന്നത്. I am not. അതൊക്കെ KG. I am into PG now. So I am a meditation master. Therefore I am fit without exercise. ഇനി എന്തെങ്കിലും ചോദിക്കാം? ഡയറക്ടർ ചോദിച്ചു, tell me as a director of academic staff college what are you going to do? Sir, 13 points ഞാൻ എഴുതി വെക്കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തരട്ടെ. അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റിക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 4-5 കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. യു പ്ലീസ് കീപ്പ് 1 കോപ്പി സർ, ബിക്കോസ് ഐ ഓൾവേസ് കീപ്പ് മൈ ബാക്ക്. എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് വായിച്ചിട്ട് എന്നെ സെലക്ട് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, ട്രൈ ടു ഇംപ്ലിമെന്റ് ഇൻ യുവർ യൂണിവേഴ്സിറ്റി, യുവർ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് വിൽ. യു ടെൽ മീ, do you do this sort of a background job before appearing for an interview? You have. Success remains in not just planning, not just thinking, but action. You understood? ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ഐ കെയിം ടു ദ അതർ ആനിമൽ sections, right? We had got elephant experts in there, cow experts in there. അവരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. So yesterday I hardly had a few minutes. So what I did was go to my Facebook. You can see ഈ വെബ്സൈറ്റും ഈ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് പേജും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പടമായിട്ടുണ്ട്. I go there, look at it, take a snapshot, and then take the contact numbers there, because that's my remaining in my life, which I know, which is going to remind me in 2016 November 24th. Last year I was here. Facebook has got that option, right? Earlier I used to do it with my own diary. Now I don't have to do it with my own diary. Facebook helps me and I reconfirm it with some old memories. I keep track of what I am doing. I do a homework before coming to the place. But എന്ത് കോഴ്സാണ് നടത്തുന്നത്, എന്തൊക്കെയാണ് ചെയ്യുക? Unless you prepare yourself, you are going to be in trouble. ശരിക്കും പ്രിപ്പയർ. ആ പ്രിപ്പറേഷൻ ഷുഡ് കം ഫ്രം ദ ക്വസ്റ്റ്. എത്ര സമയം വെറുതെ കളയുന്ന ആലോചിച്ചു ആണോ അല്ലയോ? യെസ്. 60 വയസ്സ് വരെ ജീവിക്കുമ്പോൾ എത്ര വർഷം ഉറങ്ങുന്നറിയോ? ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന വിട്, അതാരും കണക്കൂട്ടണ്ട. ആവറേജ് 8 hours in 24 hours you sleep. From childhood to 60 years കണക്ക് കൂട്ടിയാൽ when you become 60 you will sleep 20 years. ആ 40 yearsൽ എത്ര വർഷം നിങ്ങൾ പഠിക്കണ്ടെന്നറിയോ? Don't think up to 10th class you study 10 years. Count moment by moment. 10 years when you study, more than 200 working days is impossible. Average. L kilogram, U kilogram, nursery. First to 10th, 13 years if you compute. ഇപ്പം അതിനിടയിൽ വേറെയുണ്ട് M kilogram കൂടി, മീഡിയം, മിഡിൽ KG ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി കഴിഞ്ഞ് 14 years you study. 14 years up to 10th class when you study you are 15 years old. അത്രയും പിന്നെ പഠിക്കില്ല ജീവിതത്തിൽ. The whole degree which you take or PhD you take, a number of degrees you take, you are not going to study as you learned from KG to or nursery to 10th class. You are not going to study that much. 14 years of study. Up to 15 years ആകുമ്പോഴത്തേക്കും 14 years പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വയസ്സ് മുതൽ സ്കൂളിൽ പോകണം. 200 working days, 6 hours average. 1200 hours divided by 24 is only 50 days in a year. So in a year you study 50 days, right? In a year you study 50 days. So 14 years, how many days you study? 700 days. 700 days is very close to 2 years. So 15 years, how many years you sleep? 1/3. 5 years you sleep, but 2 years you study. Are you a sleeper or a student? The rest of your life you study very less. Then how is the time? I have got in my book, Life Made Simple, book. That's an Orkut discussion between me and my students. I spend a lot of time on the internet. ഞാനും എൻ്റെ സ്റ്റുഡൻസും തമ്മിലുള്ള ഫിലോസഫിക്കൽ ഡിസ്കഷൻസ് ഓൺ ഓർക്കുട്ട് ഈസ് into a book form called Life Made Simple. അതിനകത്ത് that you can download from my website. I'm going to give my website www.drtps-shiksha.in. SHIKSH Shiksha. Dr. TPS. DRTPS
TPS, DR for doctor, TPS, temperature pressure second, top police service, thermal power station, TPS. Dr. TPS, TP എന്നാണ് എൻ്റെ ഇനീഷ്യൽ, ശശികുമാർ എന്നാണ് പേര്. വളരെ എളുപ്പമാണ് പഠിക്കാൻ, തല്ലിപ്പുള്ളി ശശികുമാർ. So you just get into that. Shiksha, SHIKSHA. There is books are listed there. In one of the book is called Life Made Simple. അതിനകത്തുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് അക്കൗണ്ട്സ് ഓഫ് ലൈഫ്. So 2 years only you study, 5 years you sleep, 50 years ആകുമ്പോൾ 15 years ആകുമ്പോൾ 7 years പോയി, ബാക്കി 8 വർഷം എന്ത് ചെയ്തു? ഈ ചോദ്യം 15 yearsലും ഈ പ്രായത്തിലും ചോദിച്ചില്ലെങ്കിൽ 60 വയസ്സാകുമ്പോൾ ചോദിക്കും. ആരാ ചോദിക്കുക അറിയോ? നിങ്ങളുടെ മക്കള് നിങ്ങളെ ഫയർ ചെയ്യും. ഭാരതീയ ശാസ്ത്രപ്രകാരം ശവം ഫയർ ചെയ്യും. അവസാനം ചിത ഇങ്ങനെ കൊളുത്തുമ്പോൾ മകൻ അച്ഛൻ്റെ ചിതക്ക് തീ കൊളുത്തുന്നതിന് മുമ്പ് എൻ്റെ മകനും എൻ്റെ ചിതക്ക് തീ കൊളുത്തുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കും. വായുരനിലമൃതപതേതം ഭസ്മാന്തം ശരീരം ഓം കൃതോ സ്മര കൃതം സ്മരാമി. അച്ഛനെ ഞാൻ കത്തിക്കാൻ പോവാണ്. അച്ഛൻ വായുവിൽ ഇങ്ങനെ അലിഞ്ഞു ചേരും, എന്നിട്ട് ഭസ്മമായിട്ട് മാറും. ഒരു 120 ഗ്രാം ചത്തു കഴിഞ്ഞ് കത്തിച്ച അത്രയോ. എത്ര കിലോ തൂങ്ങിയാലും ചത്തു കഴിഞ്ഞാൽ 120 ഗ്രാം അത്രയാണ്. ഭസ്മാന്തം ശരീരം ഓം കൃതോ സ്മര കൃതം സ്മരാമി. അച്ഛൻ ചെയ്ത കാര്യം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഈ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തു? എല്ലാ അച്ഛന്മാർക്കും പറയാനുണ്ടാവും, ഞാൻ നിന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അതേത് ജീവിയും ചെയ്യുന്ന കാര്യം. നിനക്ക് വീടുണ്ടാക്കി തന്നു, അതേത് ജീവിയും ചെയ്യുന്ന കാര്യം വീടുണ്ടാക്കി കൊടുക്കരുത്. മിക്കവാറും പെറ്റല്ലാത്ത എല്ലാ ആനിമൽസും അതിന്റെ മക്കളെ എങ്ങനെ താമസിക്കണം എന്ന് പഠിപ്പിക്കാറുണ്ട്. എന്താ മനുഷ്യൻ എന്നുള്ള നിലയിൽ അപ്പൊ എനിക്ക് പറയാൻ പറ്റും. ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോയി ക്ലാസ് എടുത്തു, കുറേ കുട്ടികളെ പഠിപ്പിച്ചു. അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ബാക്കി വെക്കാത്ത ഒരു സോഷ്യൽ ബീയിങ് ആണെങ്കിൽ ദാറ്റ്സ് യൂസ്ലെസ് എന്ന് കുട്ടിയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം ചിന്തിക്കുന്നത്. യു അണ്ടർസ്റ്റുഡ്? സോ തിങ്ക് നൗ, വാട്ട് ആം ഐ ഗോയിങ് ടു ഡു ഫോർ ദ വേൾഡ്, ഫോർ ദ സൊസൈറ്റി. അത് നമുക്ക് തോന്നണം, അത് ഉണ്ടാക്കിയെടുക്കണം. ഏത് കരിയർ ആയാലും you can convert that into a productive activity in your life only when you really enjoy. നമ്മൾ സന്തോഷിക്കുന്നില്ലെങ്കിൽ വേറെ സന്തോഷം കൊടുക്കാൻ പറ്റുമോ? ഇല്ലാത്തത് കൊടുക്കാൻ പറ്റുമോ? കുറേ പേരുണ്ട് പ്ലീസ് ലവ് മീ, പ്ലീസ് ലവ് മീ എന്നുള്ളത്. ഈ ഇല്ലാത്തത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇയാൾക്ക് അതില്ലെങ്കിൽ ആരും കൊടുക്കും. നോ ബെഗർ ബിക്കംസ് റിച്ച്. അണ്ടർസ്റ്റുഡ്? സോ വാട്ട് യു ഷുഡ് ഡു, ഇഫ് യു ഹാവ് ടു ഗെറ്റ് സംതിങ് യു മസ്റ്റ് ഗിവ് ഇറ്റ്. ആ സ്വഭാവം നമുക്കുണ്ടാവും. അത് ഏത് പ്രൊഫഷനിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രൂവ് ചെയ്തുതരാം. യു ഗിവ് മി എനി പ്രൊഫഷൻ, ഐ വിൽ ടെൽ യു ക്യാൻ ബിക്കം വെരി ഗുഡ്. പക്ഷെ ഏത് പ്രൊഫഷൻ നമ്മൾ ചെയ്യണം, ഏതാണോ ലാർജർ സൊസൈറ്റിക്ക് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക, that generally goes into different taste for different people. You can be a scientist and then you can be active. You can be a politician, you can be the best. You can be a judge and you can be the best. ഇപ്പൊ കേരളത്തിന്റെ നല്ല ജഡ്ജിമാരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്തും ഏറ്റവും നല്ല പ്രസിഡന്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. Politicians, we have got large number of politicians. They have served this country very well. I am not talking about the negative part of the people. I only look at the positive part. We had great people who served the nation very well. എന്താണ് ബാക്കി? ലോകത്തിലെ ഏത് പ്രശസ്തന്മാരും 32 years only വിവേകാനന്ദ lived. The whole world remembers it. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? The greatest speech Vivekananda made in Chicago is very famous, right? നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കണം തോന്നിയിട്ടുണ്ടോ? ആ തോന്നാത്തപ്പോഴാണ് യു ബിക്കം മീൻ. ഇത് വളരെ രസമാണ് പറയാൻ. വിവേകാനന്ദന്റെ സ്പീച്ച് ഗ്രേറ്റ് ആണെന്ന് നമ്മൾ പറയും. ഇതുവരെ കേട്ടിട്ടുണ്ട്? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു ഭക്ഷണം എന്ത് ടേസ്റ്റാ സാർ? അതെ, നല്ല ടേസ്റ്റ് ആട്ടോ. കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താ അതിൽ അർത്ഥം? ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഷെയിം. ആണോ അല്ലയോ? പറയും മക്കളെ. ഭാരതത്തിലെ ഒരാൾ പോയിട്ട് എപ്പോ കൊല്ലത്തില്ല, ഞാൻ പറഞ്ഞത് 112 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയി പ്രസംഗിച്ച പ്രസംഗം, ലോകത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച പ്രസംഗം എത്ര മിനിറ്റാന്ന് അറിയാം നിങ്ങൾക്ക്? 4 മിനിറ്റ്.
4 minutes. ആ പ്രസംഗം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തി 1 വർഷത്തേക്ക്. ഒരു പ്രസംഗം ചെയ്യാൻ പോയ ഒരാളെ അമേരിക്ക പിടിച്ചു നിർത്തി 1 വർഷത്തേക്ക്. പോവരുത് സാറേ, ഇവിടെ താമസിച്ചോളാൻ. ഓരോരാളും വിളിച്ച് വീട്ടിൽ താമസിപ്പിക്കരുത് അത്ര, പ്രത്യേകിച്ച് പെൺപിള്ളേർ. അങ്ങനെ കുറേ പേരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ കുറേ ലെറ്റേഴ്സ് വരുമായിരുന്നു അത്ര. അപ്പൊ ഒരു വീട്ടിൽ ഒരു സ്ത്രീ പറഞ്ഞു വിവേകാനന്ദ സ്വാമികളോട്, ഈ ലെറ്ററിനൊക്കെ ആൻസർ ചെയ്ത് സാറിന് മടുക്കണില്ലേ, ഞാൻ എഴുതിക്കോട്ടെ ഇതിന് ഉത്തരം കുറച്ച് പറഞ്ഞു തന്നാൽ മതിയോ? അയ്യേ, ഇതങ്ങനെ കാണിക്കാൻ പറ്റിയ ലെറ്റർ എന്നല്ല, പ്രേമലേഖനങ്ങളാണ്. വിവേകാനന്ദന് സ്ഥിരമായിട്ട് പ്രേമലേഖനങ്ങൾ കിട്ടുമായിരുന്നു. ഒരു സ്ത്രീ വന്നിട്ട് അവസാനം വിവേകാനന്ദനോട് പറഞ്ഞു, വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞു, എനിക്ക് അങ്ങയെ വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, അങ്ങയെ പോലൊരു മകൻ ഉണ്ടാവണം. അപ്പൊ വിവേകാനന്ദൻ പറഞ്ഞു, ഗ്യാരണ്ടി ഒന്നുമില്ല, നിന്നെ പോലൊരു മോളായി പോയാലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ മകനാവാം, എന്നെ പോലെ ഒരാളല്ലേ വേണ്ടു, ഇപ്പൊ തന്നെ ഈ പ്രായത്തെ തന്നെ എടുത്തോളാം. ഉടനെ കാല് തൊട്ട് നമസ്കരിച്ച് പറഞ്ഞിട്ട്, അമ്മേ, ഇന്നു മുതൽ അങ്ങ് എന്നെ അമ്മയാണ്. ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും? നല്ല സുന്ദരിയായ, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സ്ത്രീ. വൈഫിന്റെ എക്സ്പാൻഷൻ തന്നെ അതാണ്, ആണോ അല്ലയോ? എന്താണ് വൈഫിന്റെ എക്സ്പാൻഷൻ? അതൊക്കെ പഠിച്ചു വെക്കണേ. എന്റെ എക്സ്പാൻഷനാണ്, നിങ്ങൾക്കൊന്നും ഗൂഗിളൊന്നും ചെയ്താൽ പറ്റില്ല. ചായപ്പീടിയയിലും കിട്ടില്ല, വിക്കിപീഡിയയിലും കിട്ടില്ല, എൻ്റെ അടുത്ത് മാത്രമേ കിട്ടുള്ളൂ. വൈഫിന്റെ എക്സ്പാൻഷൻ, വെൽത്ത് ആൻഡ് ഫുൾ എൻജോയ്മെന്റ് ആണ്. നല്ല കാശുള്ളവരെ കഴിക്കാവോ, അല്ലാത്തവരൊക്കെ കാശ് ഉണ്ടാക്കിയിട്ട് വരേണ്ടി വരും. അതിനെന്ത് മാർക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വിവാഹം ചെയ്താൽ. അതല്ലെങ്കിൽ വൈഫ് ബിക്കംസ് വെറി ഇൻവൈറ്റഡ് ഫോർ എവർ. പിന്നെ ആൺകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, നല്ല സ്മാർട്ടായിട്ട് ചിരിച്ചു നടക്കുന്നവരൊക്കെ നല്ല ഇഷ്ടമാണ്. എന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, നിന്റെ ചിരിക്ക് എന്ത് ഭംഗിയാണ്, നീ എന്ത് സ്മാർട്ടാണ്, നിന്റെ ഡ്രസ്സൊക്കെ കൊള്ളാന്നൊക്കെ പറയും. അത് പിന്നെ ഐ ലവ് യു എന്നങ്ങോട്ട് തിരിച്ചൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതോറിറ്റി ആയി, ഇനി ആരെടുത്തും ചിരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് മാരേജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഹസ്ബൻഡ് എന്നാണ്, പിന്നെ സ്മാർട്ടാവാം. That's life. We keep changing. Most of the time we keep changing our. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും, എൻ്റെ ശരിയായ സ്വഭാവം ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നുള്ളൂ, ആണോ അല്ലയോ? അപ്പൊ അതുവരെ കാണിച്ചത് എന്താ? Not the real one. You must change and make a difference in your life. So this is what I want to suggest you. You must make a difference in your life, either in profession or in that needs a lot of skill which cannot be taught in half day like this. But I can give you a spark. I guess you got some spark, right? Yes or no? Yes. I am not going to give you the diagram of the triangle, but I am going to draw you the diagram. നിങ്ങൾ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനത് വരയ്ക്കാം. Okay? Hopefully I will give you that. So we'll have a tea break of how much time you want, you can decide. 5 minutes. We'll have a tea break.